ഹലോ, അസ്സലാമു അലൈക്കും. അജ്രാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുളക് ഇട്ട് വയ്ക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും പൊടികളൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം. നമ്മളിന്ന് ഇതിലാട്ടോ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൾറെഡി കത്തിച്ചിട്ടുണ്ട്, ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിതാ അത്ര ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു ലേശം ഇത് നമ്മൾ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു 2 സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് വെളുത്തുള്ളി ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം പോകുന്നവരൊന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട്, ചെറിയ മുളകായതുകൊണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ എന്താ പറയുക, എല്ലാവരും ആവശ്യത്തിന് എരിവിനനുസരിച്ചൊക്കെ ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് പിന്നെ എല്ലാത്തിലും കറിവേപ്പിൻ്റെ ഇല വേണം, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ സവാളയും ഒരു മീഡിയം സൈസ് ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സവാള ഒന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ സവാള കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കറി മതിരിക്കൂലേ അങ്ങനെയൊക്കെ. അപ്പോൾ അത് വരാതിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എല്ലാവരും ചിലവരൊക്കെ പറഞ്ഞ് കേൾക്കട്ടോ. പക്ഷെ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മൾ ഉള്ളി നന്നായിട്ട് വാട്ടണം. നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമ്മൾ കറി വെക്കാൻ. അപ്പോൾ ഒരു മതിരിപ്പും ഇത് നമ്മളെ കറിക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മളത് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു, തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് വേവട്ടെ കേട്ടോ. വെന്ത് ഉടയണം, എന്നിട്ടാണ് മസാലകളൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 1 സ്പൂണ് മുളക് പൊടി ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ കൂടുതൽ എരിവായ കുട്ടികൾ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ടാണ് 1 സ്പൂണ്. കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കേട്ടോ. അടുത്തത് ഇതാ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ 1 സ്പൂണ് 2.5 സ്പൂണ് മല്ലിപ്പൊടി ആയിട്ടല്ല, 1 സ്പൂണ് ഇട്ടിട്ടുണ്ട്. 2.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതെ. കാരണം ഈ മസാലകളൊക്കെ ഒരു പച്ച ചോയ മാറി കിട്ടുമോളൂ. ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്നൊന്ന് നല്ല പരുവാകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ മസാലയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൊടംപുളി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളടുത്ത് ഏത് പുളിയാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്താൽ മതി. ഇതിപ്പോൾ ഇതിവിടെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. കൊടംപുളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ച് കൊടുക്കാം. മുളക് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തോടൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അല്ല, നിങ്ങൾക്ക് കട്ടിയുള്ള കറിയാണെങ്കിൽ അങ്ങനെ പാകത്തിനുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാനുള്ളത് പൂളയും മത്തിക്കറിയാണ് കേട്ടോ. നമുക്ക്
രാത്രി ഞങ്ങൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കറി ഉണ്ടാക്കിയത്. പൂളയും മത്തിക്കറി നല്ല കോമ്പിനേഷൻ അല്ലേ, അപ്പോൾ അതാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൂളയൊക്കെ ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കറി വേണമല്ലോ. അപ്പോൾ നമുക്ക് വെള്ളം പാകത്തിനുള്ള വെള്ളം നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രയും വെള്ളം ഒഴിക്കുക. പിന്നെ അതാ നമ്മളിതിൽ ഉപ്പിട്ടത് കാണിച്ചില്ല, നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ നമ്മളിതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ മീനൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പാകത്തിന് കേട്ടോ. നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളത് മീൻ ചേർത്തിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മീനൊക്കെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. മത്തി ആയതുകൊണ്ട് തന്നെ കൂടുതലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൽ ചെറിയ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് മതി, ഒരു സ്പൂണ് മതി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ചപ്പ് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇളക്കൊന്നും വേണ്ട, തീ ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ചപ്പും കൂടെ അരിഞ്ഞിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിൻ്റെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ഇടാം കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിക്കണില്ല. കപ്പ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കുമല്ലോ, മത്തിക്കറി എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതന്നായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.